ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില സത്യപ്രസ്താവനകളുമായിട്ട് ഷാജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സത്യപ്രസ്താവന കേട്ടിട്ട് പറയാതിരിക്കാനാവുന്നില്ല. ഇതും കൂടി കഴിഞ്ഞാൽ ഷാജിദ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ എന്താണോ വായിൽ നിന്ന് പറയുന്നത് അത് കേട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊരു കണ്ടന്റ് കൊടുക്കല്ലേ. അതിനു വേണ്ടി കുറച്ചെങ്കിലും വാ പൊത്തിയിട്ട് നിൽക്കുക. നിങ്ങളിങ്ങനെ വാതോരാതെ വിഡ്ഢിത്തങ്ങൾ പറയുന്ന ടൈമിൽ ബാക്കിയുള്ളവർക്ക് അത് കേട്ട് നിൽക്കാനാവുന്നില്ല. അപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യേണ്ട വരും. കാരണം നിങ്ങൾ പറയുന്നത് നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടോ ഒന്നുമല്ല, സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇരുന്നിട്ട് പലതും പുലമ്പുന്നത്. അപ്പോൾ അത് കേട്ട് നിൽക്കുമ്പം അതൊന്നും സഹിക്കാനാവില്ല. കാരണം ഒന്നിക്കും നിങ്ങൾ ഒരാളെ മാത്രമല്ല പറയുന്നത്, കുടുംബം മൊത്തത്തിൽ നിങ്ങൾ കുറ്റം പറയുന്നുണ്ട്. അത് പോരാണ്ടിപ്പം നാട്ടുകാരെയും പറയുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ഷാജിദ പറഞ്ഞേക്കുന്ന ചില സത്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. എല്ലാവരും കണക്കാണ്. നിങ്ങൾ വിചാരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് അവളിങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല പിള്ള ചമഞ്ഞാൽ അവള് നല്ലവളാണെന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഒക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അഭിനയിക്കാന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വെട്ടി തുറന്ന എല്ലാ കാര്യങ്ങളും പറയും. എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, വേറുള്ളതൊന്നും ഇല്ല. എൻ്റെ മനസ്സിൽ എന്താ തോന്നി അത് ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്താ പറയുക, എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറയും. കണ്ട, ഇപ്പൊ സത്യം പുറത്തു വന്നില്ലേ? സോഷ്യൽ മീഡിയ കരയുന്നൊന്നും സത്യമല്ല എന്നുള്ളത്. അവരാദ്യം കരഞ്ഞിട്ടൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ നമ്മളൊക്കെ അവർ വിശ്വസിച്ചത്. അപ്പൊ അതൊന്നും സത്യമല്ല എന്നുള്ളത് ഇപ്പൊ അവരുടെ വായിൽ തന്നെ പുറത്തു വന്നു അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്രസ്താവനയും കൂടി ഒന്ന് നോക്കാം. നമ്മളെ കുറിച്ച് പറയാൻ എന്താണ് അവൾക്ക് അർഹത ഉള്ളത്? അതാ ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ ഉമ്മാനെയും എൻ്റെ വീട്ടുകാരനെയും എൻ്റെ അനിയത്തിമാരനെയും കുറിച്ച് പറയാൻ ഒരു അർഹതയില്ലാത്ത നാത്തൂനാണ് അവള്. ആണുങ്ങളുടെ വേഷമാണ് അവൾക്ക്. അവൾ ഈ പറയുന്ന ഈ തട്ട അവളെ തലയിലുണ്ടാവില്ല. അവൾ ഏത് ആണുങ്ങളുടെ മുന്നിലും വെറും നെയ്റ്റിട്ടിട്ട് അവൾ പോയി നിൽക്കും. അങ്ങനെ തന്നെ നിൽക്കും അവള്. വെറും ആണിന്റെ സ്വഭാവം അവൾക്ക്. അവള് പിന്നെ 3 പെൺകുട്ടികളെ വളർത്തുന്നുണ്ട്. അവളെ എന്നെ നേരാക്കാൻ നോക്കുന്നത് ആ പെൺകുട്ടികളെ അവള് നേരം പോലെ വളർത്തിയാൽ മതി. ഇതിപ്പോ നാത്തൂനെ കുറിച്ച് പറയുന്നതാ. നാത്തൂന് ഷാജിദയെയും അതുപോലെ തന്നെ ഷാജിദയുടെ ഉമ്മയെയും ഒക്കെ പറഞ്ഞിട്ട് മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പൊ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അവരാരാന്ന് എൻ്റെ ഉമ്മയും ഒക്കെ പറയാന്നുള്ളത്. അപ്പൊ അതൊരു കണ്ടന്റായി. സെക്കൻഡ് കണ്ടന്റ് ആയിട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാല് ഉമ്മയെക്കുറിച്ച് ഷാജിദ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയും കണ്ടന്റ് ആക്കാം. അവര് മാത്രമല്ല, ഇപ്പൊ ഷാജിദക്കും പറയാം. ഷാജിദക്ക് ആര് വേണമെങ്കിൽ എന്തും പറയാം. പക്ഷെ ഷാജിദ പറയുന്നതിനോട് ആരും എതിർത്ത് പറയാൻ വേണ്ടി പാടില്ല. അത് തെറ്റാണ്. നമുക്ക് എന്തായാലും ഉമ്മയെക്കുറിച്ച് ഷാജിദ പറയുന്ന വാക്ക് അതൊന്ന് കേൾക്കാം. ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നേ മുതൽക്കുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഉമ്മാക്ക് വേണ്ട കാര്യങ്ങൾ, ഉമ്മാക്ക് വേണ്ട ഡ്രസ്സ് ആയിക്കോട്ടെ, ഉമ്മാക്ക് വേണ്ട സാരി, ജാക്കറ്റ്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതപ്പം ഇന്നാളിങ്ങനെ എനിക്ക് ഉണ്ടായിട്ടൊന്നല്ല. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ കിട്ടിയപ്പോൾ ഞാൻ ഫസ്റ്റ് ഗോൾഡ് എടുത്തു കൊടുത്ത ഉമ്മാക്ക് തന്നെയാണ്. ഉമ്മാക്ക് കമ്മൽ എടുത്തു കൊടുത്തു, ഒരു മോതിരം എടുത്തു കൊടുത്തതിനെ പറയല്ല. ഇതുവരെ വേറെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്ര വർഷം ഉമ്മ സമ്പാദിച്ചതൊക്കെ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കാന്നല്ലാണ്ട് എനിക്കൊരു ഉറുപ്പ് എൻ്റെ അമ്മ തന്നിട്ടില്ല. അത് ഉമ്മാൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ ഉമ്മ ഒരു ഉറുപ്പ് എനിക്ക് തന്നിട്ടില്ല. ഒരു ഉറുപ്പ് ഈ വീട്ടിലും ഇറക്കണില്ല. ഒരു ഉറുപ്പ് എൻ്റെ മക്കൾക്ക് ഒരു മുട്ടായി മേടിക്കാൻ ഉമ്മാൻ്റെ തൊഴിലുറപ്പിൻ്റെ പൈസയും കൊണ്ട് ഇന്നാന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടില്ല. പക്ഷെ ഉമ്മ എൻ്റെ 2 അനിയത്തിമാർക്കും ഉമ്മ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന ടൈമിൽ 10 ദിവസം 15 ദിവസം ഇരിക്കുന്ന ആ ചിലവ് ഫുള്ള് നോക്കും. അതുപോലെ തന്നെ അനിയത്തിൻ്റെ മകളുണ്ട്. മകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കും. ഡ്രസ്സായാലും വേറുള്ളതായാലും അവർക്ക് ചോദിക്കുമ്പോൾ പൈസ ആയാലും എല്ലാം കൊടുക്കലുണ്ട്. ഞാനാണ് മൂത്ത മകള്. എനിക്കിന്നൊരു ഉറുപ്പ് എൻ്റെ ഉമ്മ ഇതുവരെ ചെലവാക്കിയിട്ടില്ല. ഇപ്പൊ വീട്ടിലുള്ള ഉമ്മക്ക് അനിയത്തിക്കും ഒക്കെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നാക്കി വെക്കുന്നത്. കാരണം ഉമ്മക്ക് കൊടുത്തത് വിളിച്ച് പറയുന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതെന്താണ്? സോഷ്യൽ മീഡിയയിൽ എത്രപ്പാട് ആളുകൾ കാണുന്നു, എത്രയധികം ആളുകൾ കാണുന്നു, എത്ര സബ്സ്ക്രൈബർ ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അവരൊക്കെ ഇത് കേട്ടു. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വരെ കേട്ടു. എത്രയോ ലക്ഷക്കണക്കിനൊക്കെ നല്ല വ്യൂ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോക്ക് തന്നെ. അപ്പൊ അത്രയും പേര് കേട്ടു. ഉമ്മയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യുക, സഹോദരിമാരെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ഒഴിവാക്കിയിട്ട് ഒരാളെ നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആദ്യം എന്തെങ്കിലും നിങ്ങളെ ഒന്ന് വിലയിരുത്തുക. കാരണം എല്ലാവരെയും അങ്ങ് കുറ്റം. ആദ്യം നാത്തൂനെ പറഞ്ഞു, പിന്നെ അത് പോരാണ്ട് ഒരു വീഡിയോയിൽ പറയുന്നത് നാത്തൂനോടുള്ള മറുപടി എന്നോളം പറയുന്ന ഒരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട് നാത്തൂനോട്, നിങ്ങളുടെ സഹോദരനെ കല്യാണം കഴിച്ചിട്ട് എനിക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരെയും ഒരാളെയും
നിങ്ങളൊരു നെഗറ്റീവ് അല്ലാതെ പോസിറ്റീവായിട്ട് പറയുന്നില്ല, മൊത്തം ആൾക്കാരെ കുറ്റം പറയാം. ഒരു നല്ല വർത്താനം വായിന്ന് വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ നിലവാരം തന്നെയാണ് ബാക്കിയുള്ളവർ അളക്കുക. അത് തന്നെ ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ഉമ്മ മോള് സ്നേഹത്തോടെ തരുന്നതല്ലെന്ന് വെച്ചിട്ട് ആ ആഭരണങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകും. അതിപ്പോ വാങ്ങിച്ചത് ഗതികേടായിപ്പോയി എന്നുള്ളത് ആ ഉമ്മാക്ക് തന്നെ തോന്നുന്നുണ്ടാവും. കാരണം ഒരു കാര്യം മോള് സ്നേഹത്തോടെ കൊടുത്തത് പിന്നീട് അത് വാങ്ങിച്ചതിന്റെ പേരിൽ ദുഃഖിക്കേണ്ട അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പൊ അതാണ് നിങ്ങളിപ്പോ വരുത്തി വെച്ചേക്കുന്നത്. എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ. ഞാനിപ്പോൾ ഒരു 10-60 വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ. വയസ്സായ കല്യാണം കഴിക്കണ അതെനിക്കും കൂടി തോന്നണ്ടേ, വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോ എന്നൊക്കെ. അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, നിനക്ക് കുറച്ച് പ്രായമായ ആളെ കെട്ടിക്കൂടെ, നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത്, ചെറിയ ചെക്കന്മാരനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം. എനിക്കിങ്ങോട്ട് വന്നില്ലേ ദേഷ്യം. ഞാൻ പറഞ്ഞു അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ ആരിനെ കല്യാണം കഴിക്കണം ആരിനെ കല്യാണം കഴിക്കണ്ടെന്ന് തീരുമാനിക്കണേ ഞാനാണ്, എൻ്റെ ലൈഫാണ്. പിന്നെ ചെറിയ ചെക്കൻ ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. ഈ എന്തിന് എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആൻറ്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആൻറ്റിമാർ മതി, ആൻറ്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുപോലെ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിലും, പക്ഷേ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നുമല്ല കേട്ടോ. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികൾ എന്താ പറയുക പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ എന്നല്ല ഇപ്പോഴത്തെ. എന്തൊക്കെയാ ഷാജിദ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? കേൾക്കുമ്പോൾ ഒരു ലജ്ജ തോന്നുന്നു, നമുക്കൊക്കെ കേൾക്കുമ്പോൾ ലജ്ജ തോന്നും. അപ്പൊ പറയുന്ന നിങ്ങൾക്കൊരു ലജ്ജയും ഇല്ലേ? കുറച്ചൊന്ന് അടക്കി വെക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾ എന്തായി പ്രോത്സാഹിപ്പിക്കുന്നത്? അവിഹിതത്തെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെയൊക്കെ തേടിപ്പോകുന്ന ആണുങ്ങൾ, അത് 100% എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണോ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? കംപ്ലീറ്റ് നെഗറ്റീവാ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് റിയാക്ട് ചെയ്യേണ്ടി വരുന്നു. ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരില്ല. നല്ല നല്ല വീഡിയോസ് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ മക്കളുമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതെന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തേക്കുന്ന കാര്യം ഒരു തെറ്റാണെന്ന് ബാക്കിയുള്ളവർ പറയുമ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പേഴ്സണലായിട്ട് തന്നെ വിളിച്ച് പറഞ്ഞോളൂ. ഇപ്പൊ അതല്ല ചെയ്യുന്നത്, പബ്ലിക്കായിട്ട് വന്നിട്ട് അതിനെ ന്യായീകരിച്ച് മെഴുകാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വെറുതെ ഒന്നും നിൽക്കില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴുള്ള തലമുറയിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആഗ്രഹിക്കുന്നത് ആന്റിമാരെയും അങ്കിൾമാരെയും ഒക്കെ ആണെന്നോ? ആര് പറഞ്ഞു? ഈ പൊട്ടത്തരം ആര് പറഞ്ഞു നിങ്ങളോട്? ഇതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പറയാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലജ്ജ വേണം. സത്യം, കുറച്ചൊരു ലജ്ജ വേണം ഷാജിദ. നിങ്ങളുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ ചെറിയ കുട്ടികളും ഉണ്ടാവും, ചിലപ്പോൾ പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ വിചാരിക്കും ഇപ്പൊ ഇങ്ങനെയാണ് ലോകം പോകുന്നതെന്നുള്ളത്. പക്വതയില്ലാത്ത പ്രായമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മൈൻഡിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതോ ഗതിയായി പോയി ലോകത്തിന്റെ ഗതി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? ഷെയർ ചെയ്ത് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എന്ത് കാര്യമാണ്? ഇപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞാല് ഉമ്മയെയും സഹോദരിമാരെയും ഭർത്താവിന്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ ഭർത്താവിനെ അടക്കം എല്ലാവരെയും കുറ്റം, എല്ലാവരും മോശം, ഞാൻ നല്ലതെന്നാണോ പറഞ്ഞു വരുന്നത്? ഇനി കുറച്ച് കഴിഞ്ഞാൽ ആ മക്കളെയും പറയും എന്റെ മക്കൾ നോക്കുന്നില്ല, എന്റെ മക്കൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തില്ല, ആ വാക്കും കൊണ്ട് വരുമോ? യത്യമായിട്ടുള്ള മക്കളാണ്. അവരെ നല്ല നിലയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കാതെ നിങ്ങൾ കംപ്ലീറ്റ് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് ഇതുപോലെ വീഡിയോസ് ചെയ്യുമ്പോൾ ആ മക്കള് വലുതായി വരുന്ന അവസരത്തിൽ ആ മക്കളോട് ബാക്കിയുള്ളവരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് എല്ലായ്പ്പോഴും ഞാൻ ഒറ്റക്ക് നിൽക്കുമെന്ന് ചിന്തിച്ചിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ചെറിയൊരു പനി വന്നാൽ മതി നമ്മൾ തരാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ട് നമ്മുടെ നഖമൊന്ന് ഉള്ളോട്ടേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്നു, അവിടുന്ന് നമ്മൾ കരഞ്ഞോളും. അപ്പൊ അങ്ങനെയാണ് മനുഷ്യരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുടുംബക്കാരെ കംപ്ലീറ്റ് മോശമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആരോരുമില്ലാതെ ആരും തുണയില്ലാത്തൊരവസ്ഥയിലൊക്കെ നിങ്ങൾ വരിക. അങ്ങനെ ആകുമ്പോൾ ഈ മക്കൾക്കാണ് ആരും ഇല്ലാതാവുന്നത്. നിങ്ങൾ സ്വയം തന്നെ ഒരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇട്ടിട്ട് ബാക്കിയുള്ളവർ മൂടാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർ നെഞ്ചത്തോട്ട് കയറിയിട്ട് ഒരു കാര്യവുമില്ല.
ഇനി ബാക്കിയുള്ളവർ നിങ്ങളെ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടുകാരടക്കം നിങ്ങളെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒരു വിശകലനം ചെയ്യുന്നത് ഷാജിദക്ക് എന്തായാലും നല്ലതായിരിക്കും. ഇനിയെങ്കിലും നല്ല നല്ല വീഡിയോസ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ദോഷമായിട്ടേ വരില്ല, ഒരിക്കലും നല്ലതായിട്ട് വരില്ല. ഇനി നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇട്ടാൽ എനിക്കൊരു പ്രശ്നം. ഇപ്പോൾ കൂടുതൽ പേരും പറഞ്ഞ കാര്യമാണ് ഷാജിദയെക്കുറിച്ച് മോശമായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഷാജിദ വന്നിട്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് പൊങ്കാല ഇടുന്നുണ്ട് അവരെ എന്നുള്ളത്. അത് എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ടൈമിൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളാണ് ദുരിതത്തിലേക്ക് ആവാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങൾ വരുത്താതിരിക്കട്ടെ. കാരണം ആ മക്കളെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇടയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ആ മക്കൾക്ക് ദോഷം വരുന്ന കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിനെങ്കിലും ഇനി ഒന്ന് ശ്രമിക്കുക, അത്ര തന്നെ. നിങ്ങളുടെ ദേഷ്യം കൊണ്ട് പറയുന്നില്ല, പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയാതിരിക്കാനാവുന്നില്ല. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ വാ ഒന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോക്ക് മുന്നിൽ വന്നിരിക്കുന്ന ടൈമിൽ എന്തൊക്കെയോ അങ്ങ് പറഞ്ഞു പോകും. സോഷ്യൽ മീഡിയ ആണ്, പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ചെങ്കിലും വ്യക്തത ഉണ്ടായിരിക്കണം. എല്ലാം അങ്ങ് വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. പബ്ലിക്കായിട്ട് വന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ എന്ത് ദേഷ്യ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അതൊന്ന് കുറച്ചൊന്ന് നിയന്ത്രിക്കുക. നിങ്ങൾക്കത് നിയന്ത്രിക്കാനും ആവുന്നില്ല, എന്തൊക്കെയോ വായിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിച്ച് വെക്കുക. കുറേ മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൊക്കെ ആഡ് ആക്കുന്നൊന്നുമില്ല. പക്ഷെ അതൊക്കെ മോശമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും നല്ല നല്ല വീഡിയോ ആയിട്ട് വരിക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ കാരണം നിങ്ങളുടെ മക്കളെ കുഴിച്ച് ചാടിക്കാതിരിക്കുക.